പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. അതെ, കണ്ണീരിൽ കുതിർന്ന ഹജ്ജ് യാത്ര. സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. മേലെ മാനമുട്ടും മണിമാളിക പണിന്തൊരുക്കി ചേലിൽ നമ്മളിന്റെ സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. റബ്ബേ, ഈ ജീവിതം ഓരോളം പോലെ മിന്നുന്നു. രോഗങ്ങൾ കൂട്ടം കെട്ടി വന്നിട്ടെന്തോ ചൊല്ലുന്നു. രാവും പകലും ചേർന്ന് ആയുസീത തിന്നുന്നു. റബ്ബേ, ഈ ജീവിതം ഓരോളം പോലെ മിന്നുന്നു. രോഗങ്ങൾ കൂട്ടം കെട്ടി വന്നിട്ടെന്തോ ചൊല്ലുന്നു. രാവും പകലും ചേർന്ന് ആയുസീത തിന്നുന്നു. ഏതൊരു നേരത്തും മരണം പാഞ്ഞു വരും. ഏക ഇലാഹിന്റെ അരികിൽ നാം ചേരും. ഏതൊരു നേരത്തും മരണം പാഞ്ഞു വരും. ഏക ഇലാഹിന്റെ അരികിൽ നാം ചേരും. അജലെടുത്ത് മലക്കസിറായിൽ അണവാകും. തടിയിലെ റൂഹെടുത്ത് പറന്നു പോകും. മേലെ മാനമുട്ടും മണിമാളിക പണിന്തൊരുക്കി ചേലിൽ നമ്മളിന്റെ സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. സുമുഖനായ ഫളുൽ ആബിദി എന്ന സ്വഹാബിയുടെ കരളലിയിക്കുന്ന കഥന കഥ. ആകാശഭൂമി വിധാനിച്ചു പോറ്റുന്ന ആദി പരാപരനെ ആലിമുൽ ഗൈബായ തമ്പുരാനെ. ആദരവേറും ഫളുൽ ആബിദെന്നോരെ ചരിതം പറയുവാനേ ഞങ്ങളിൽ സൗഭാഗ്യമേകിടണേ. കഥയിതൊന്നോർക്കുമ്പോൾ കണ്ണീരി പെയ്യുന്നു. കൽബിൽ വിഷാദ കിളികൾ കരയുന്നു. കഥയിതൊന്നോർക്കുമ്പോൾ കണ്ണീരി പെയ്യുന്നു. കൽബിൽ വിഷാദ കിളികൾ കരയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഫളുൽ ആബിദിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഫളുൽ ആബിദിനെ ഒരു പെണ്ണ് വഞ്ചിച്ചില്ലേ. സംഭവം ആകെ വിറപ്പിച്ചില്ലേ. ഒരു സുപ്രഭാതം മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി ചെന്നു. ആദരപൂർവ്വം സലാം ചൊല്ലി ആ സദസ്സിലിരുന്നു. ആരായിരുന്നു ആ വന്ന ചെറുപ്പക്കാരൻ? മുഖത്ത് നിലാവിന്റെ തെളിച്ചമുണ്ടേ. മനസം ഈമാനിന്റെ വെളിച്ചം കൊണ്ടേ. മുഖത്ത് നിലാവിന്റെ തെളിച്ചമുണ്ടേ. മനസം ഈമാനിന്റെ വെളിച്ചം കൊണ്ടേ. മൊഞ്ചും അഴകൊഴുകിടും സ്വഹാബി മൗനത്താൽ ശ്രവിക്കുന്നു അതിശ
അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഫളൽ ആബിദായിരുന്നു ആ വന്നത്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫളലിനെ നബി അരികിലേക്ക് വിളിച്ചു. സ്നേഹപുരസ്സരം തലോടിക്കൊണ്ട് വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. എന്താണ് നബി പറഞ്ഞത്? അല്ലാന്റെ വിധിയാണ്, അഴകിന്റെ സബബാണ്, നിങ്ങളിലുണ്ടൊരു ദിവസം വരുവാനേ, ആ കറുത്തൊരു ദിനമാണ്, അന്ന് കറുത്തൊരു ദിനമാണ്. അല്ലാന്റെ വിധിയാണ്, അഴകിന്റെ സബബാണ്, നിങ്ങളിലുണ്ടൊരു ദിവസം വരുവാനേ, ആ കറുത്തൊരു ദിനമാണ്, അന്ന് കറുത്തൊരു ദിനമാണ്. ഒരു പെണ്ണിൻ വഞ്ചനയിൽ നിങ്ങളൊന്ന് കുടുങ്ങും, ഒരു കള്ളനെന്ന് ചൊല്ലും അത് കേട്ട് നടുങ്ങും. ഒരു പെണ്ണിൻ വഞ്ചനയിൽ നിങ്ങളൊന്ന് കുടുങ്ങും, ഒരു കള്ളനെന്ന് ചൊല്ലും അത് കേട്ട് നടുങ്ങും. അതിൽ പിന്നെ വ്യഭിചാര കുറ്റം ചൊല്ലി തുടങ്ങും, അതിൽ പിന്നെ വ്യഭിചാര കുറ്റം ചൊല്ലി തുടങ്ങും. ഇത് കേട്ട് മഖ്ലൂക്കിൻ മനസ്സാകെ നെടുങ്ങും. ആ കറുത്തൊരു ദിനമാണ്, ഉണ്ട് നിങ്ങളിൽ വരുവാനേ, ആ കറുത്തൊരു ദിനമാണ്, ഉണ്ട് നിങ്ങളിൽ വരുവാനേ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കും. അവരും അധികം താമസിയാതെ വഫാത്താകും. പിന്നെ ഉമർ ബിൻ ഖത്താബായിരിക്കും ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ. ഈ സമയത്ത് വേദനാജനകമായ പല രംഗങ്ങളും താങ്കൾ നേരിടേണ്ടി വരും. താങ്കളെ കള്ളനും വ്യഭിചാരിയും കൊലയാളിയുമാക്കി ജനങ്ങൾ മുദ്രകുത്തും. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇല്ല, ഒന്നും ഭയപ്പെടാനില്ല. കുറ്റക്കാരനായി വിധിക്കപ്പെട്ട താങ്കൾ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, മരണത്തിന്റെ കാലച്ച ചെവിട്ടിൽ വന്നടിക്കുമ്പോൾ, താങ്കളെ സഹായിക്കാൻ ഒരേ ഒരു വ്യക്തി അവിടെ പാഞ്ഞെത്തും. അത് ആരാണ് റസൂലേ? അത് മറ്റാരുമല്ല, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, അതെ, എന്റെ മരുമകൻ അലി. സുബ്ഹാനല്ലാഹ്. ഞെട്ടിത്തെറിക്കുന്നു സ്വഹാബിവര്യൻ, ഞെട്ടറ്റ പൂവ് പോൽ താഴെ വീണോ. കേട്ടു നിൽക്കുന്നവർ സംഭീതരാ, പരിസരം ശോകമുഖമാ. അല്ലാഹുവിന്റെ അമ്പിയായിൽ അന്റെ ദൂതരായി തെളിഞ്ഞ സയ്യിദാണി സ്വർണവർണ്ണ ദീപം. അവരുടെ പ്രവചനങ്ങൾ പുലരുമെന്ന സത്യമോർത്ത് വീണതാണ് ഫളിലെന്ന പ്രദീപം. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ് റബ്ബിൽ ആലമീൻ. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ് റബ്ബിൽ ആലമീൻ. കാലം കാറ്റുവേഗത്തിൽ മുന്നോട്ട് പറന്നു. ഒരു ദിവസം എല്ലാവരും അതാ നബിയുടെ വീട്ടിലേക്ക് ഓടുന്നു. എന്താണ് എന്റെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽക്കിന് പറ്റിയത്? ഫളലും അങ്ങോട്ടോടി. മുത്ത് റസൂല് പാനിച്ചു കിടക്കുന്നു, മുഖമാകെ വാടി തളർന്നു കിടക്കുന്നു. ആരംഭമേറുന്ന പൂമാകൾ ഫാത്തിമ ഏറെ വിഷമ
ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞ ദിവസം, സൂര്യൻ കറുത്തിരുണ്ട പകൽ, പ്രപഞ്ചത്തെ ഒന്നടങ്ക് കണ്ണീരിലാത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു. വർഷങ്ങൾ ചിറകടിച്ച് മുന്നോട്ട് പറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് ഭരണാധിപൻ. സിയാസത്തിലെ രാജാ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. സിയാസത്തിലെ രാജാ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. അതെ, അറേബ്യയിൽ ഉമറിന്റെ ഭരണം വന്നു. നീതിപൂർവകമായ ഭരണം കാഴ്ചവെച്ച് ലോകത്തെ അമ്പരപ്പിച്ച സുൽത്താൻ, അനീതിക്കും അധർമ്മത്തിനും കൂട്ടുനിൽക്കാത്ത ഭരണാധികാരി, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപൻ. പ്രിയരെ, നമ്മുടെ കഥാപുരുഷനായ ഫളൽ ആബിദ് ആ ഭരണാധികാരിയുടെ ഉറ്റ സുഹൃത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ഫളലിനെ ഉമർ ഇബ്നുൽ ഖത്താബ് ഏറെ ആദരിച്ചു. ഈ സമയത്താണ് ഫളൽ ആബിദിനെ വേദനിപ്പിച്ചൊരു സംഭവം നടക്കുന്നത്. എന്തായിരുന്നു അത്? ദർശിച്ചന്റെ കനിയേ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയേ, പലവട്ടം ദർശിച്ചന്റെ കനിയേ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയേ. കൽബിലെ നിക്കാശ ആകുമോ നിരാശ, പങ്കജ പിരീശ പൂവിലൻ പ്രതീക്ഷ, അഴകത്ത വദനം ഞാൻ കണ്ട് അതിനൊളിവന്റെ അകത്തുന്നുമുണ്ട്, അതെ, ഫളൽ ആബിദ് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഏതാണ് ഈ സൗന്ദര്യധാമം? പുതുമ അവളെന്തൊരു ചന്തം, പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം, ഉലകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം, കരളിൽ പകരും ആ കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം. പുതുമ അവളെന്തൊരു ചന്തം, പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം, ഉലകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം, കരളിൽ പകരും ആ കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം. പുതുമ അവളെന്തൊരു ചന്തം, പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം, ഉലകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം, കരളിൽ പകരും ആ കഞ്ചകിയാളുടെ പുഞ്ചിരിയിൽ മധുരം.
സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു പെണ്ണ് ഫലൽ ആബിദിന് വശ്യമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറയുകയാണ്, സുഹൃത്തെ, താങ്കളെ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. നേരിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചു നടക്കുകയായിരുന്നു. ഇപ്പോൾ സാധിച്ചു. ദൈവത്തിന് സ്തുതി. എന്റെ പേർ ജാരിയ. ഞാനൊരു ജൂത സ്ത്രീയാണ്. പക്ഷേ സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും വർണ്ണവും പ്രശ്നമല്ലോ. താങ്കളെ പോലെ ഒരു സുന്ദര ഈ ഭൂമുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ അഴകിനെ വർണ്ണിക്കുകയാണെങ്കിൽ പുളകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപൂവോ. പുളകം വിരിഞ്ഞു നിൽക്കും പൂന്താരമോ നിലാവോ, ഗുണമിൽ മികന്തിതെന്തോ മണമേറും ആശപൂവോ. ആ പെണ്ണിന്റെ വർണ്ണന ഫലൽ ആബിദിനെ അത്ര രസിച്ചില്ല. ആദ്യം ദേശത്തോടു കൂടെ അവളോട് പറയുകയാണ്, പെണ്ണെ നീ നിലക്ക് നിന്നോ, നാശം വിതച്ചിടേണ്ട, നീ എന്നെ ചതിച്ചിടേണ്ട, നീ വെറുതെ കൊതിച്ചിടേണ്ട. വണ്ടോശം എടുത്തു പോയാൽ എന്നെ റബ്ബ് പിടിക്കും, ജബാനിയാക്കളിടിക്കും, ആ നരകത്തിലിട്ട് കരിക്കും. പെണ്ണെ നീ നിലക്ക് നിന്നോ, നാശം വിതച്ചിടേണ്ട, നീ എന്നെ ചതിച്ചിടേണ്ട, നീ വെറുതെ കൊതിച്ചിടേണ്ട. വണ്ടോശം എടുത്തു പോയാൽ എന്നെ റബ്ബ് പിടിക്കും, ജബാനിയാക്കളിടിക്കും, ആ നരകത്തിലിട്ട് കരിക്കും. ഫലൽ ആബിദിന്റെ സാരോപദേശമൊന്നും അവളുടെ ചെവിയിലേക്ക് കയറുന്നില്ല. കാരണം അത്രമാത്രം ആ സുമുഖനെ അവൾ സ്നേഹിച്ചിരുന്നു. തന്റെ ഇംഗിതത്തിന് ഫലൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അഴകെ നീയല്ലാതെ ആരും എനിക്കില്ല, അതിർപ്പൂമേനി ഞാനാർക്കും കൊടുക്കില്ല. അഴകെ നീയല്ലാതെ ആരും എനിക്കില്ല, അതിർപ്പൂമേനി ഞാനാർക്കും കൊടുക്കില്ല. മൊഞ്ചി തികഞ്ഞൊരു കാഞ്ചനമേനി, കൊഞ്ചിടുമാനവ കഞ്ചകറാണി, പഞ്ചവർണ്ണ കിളി തങ്കഹുറാനി. മൊഞ്ചി തികഞ്ഞൊരു കാഞ്ചനമേനി, കൊഞ്ചിടുമാനവ കഞ്ചകറാണി, പഞ്ചവർണ്ണ കിളി തങ്കഹുറാനി. ഹുറാനി പെണ്ണിന് ഒന്ന് പറയണം, ഉത്സാഹത്തോടെ നീ എന്നാശ തീർക്കണം. ആശിച്ച മധുവല്ലിയാകും അതോർക്ക്, ആശിക്ക് ഞാൻ തരും മേനി നിനക്ക്, ആശനി ഒന്നിത വന്ന് സുഖിക്ക്. ആശിച്ച മധുവല്ലിയാകും അതോർക്ക്, ആശിക്ക് ഞാൻ തരും മേനി നിനക്ക്, ആശനി ഒന്നിത വന്ന് സുഖിക്ക്. സുഖിക്കാം സുഖം നമ്മൾ പങ്കിട്ടെടുക്കാലോ, സുന്ദരമായി നമുക്കെന്നെന്നും വാഴാലോ. ഫലൽ ആബിദിനെ വലയിൽ വീഴ്ത്താൻ അവൾ 18 ഇടവും പാറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻസലമായി ഈമാൻ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ച സ്വഹാബി അവളോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ ഈ നടത്തം വിഫലമാണ്. നീ എന്നെ ഇഞ്ചിഞ്ചായി അറിഞ്ഞാലും ഹറാമിന് ഞാൻ കൂട്ടി നിൽക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന ആ സ്വഹാബിയെ നോക്കി അവൾ പറഞ്ഞു, ഫലലേ, ഈ പോക്ക് നിനക്ക് നല്ലതിനല്ല. നിന്നെ പിന്നീടൊരിക്കൽ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞ് അവളും മറ്റൊരു വഴിയിലൂടെ മറഞ്ഞുപോയി. ഫലൽ ആബിദ് പള്ളിയിൽ ചെന്ന് ജാരിയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കനിവിന്റെ മധുവിനായി കാരം നീട്ടും ആബിദനിൽ കാരുണ്യം ചൊരിയും പുരാനേ, കൽവിന്റെ അടി
അബലനാം ഫളിലാതിന്നൊഴിഞ്ഞതല്ലേ തിരുത്താമൊഴിയുറച്ച് അർശിന്റെ നിഴൽ കൊതിച്ച് അബലനാം ഫളിലാതിന്നൊഴിഞ്ഞതല്ലേ കനിവിന്റെ മധുവിനായി കാരം നീട്ടും അബ്ദനിൽ കാരുണ്യം ചൊരിയും പുരാനേ എന്റെ കൽബിന്റെ അടിത്തട്ടിൽ നിറയുന്ന കഥനങ്ങൾ കണ്ണീരായൊഴുക്കുന്നു ഞാനേ. സ്വസ്ഥതയില്ലാത്ത മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. നേരം പുലർന്നു. പലന്റെ മനസ്സിൽ നീറുന്ന ചിന്തകളാണ്. റബ്ബേ, ചാര ഇനിയും വരുമോ? വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ അവൾ പോയത്. പുറത്തിറങ്ങിയാൽ ചതിക്കും ഉറപ്പാണ് എന്ന് കരുതി പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പള്ളിയിലേക്ക് പോകണ്ടേ? വരുന്നത് വരട്ടെ എന്ന് കരുതി അന്നും അദ്ദേഹം പള്ളിയിലേക്ക് ഇറങ്ങി. 4 പാടും വീക്ഷിച്ചു കൊണ്ട് നടന്നു. ഇല്ല, ഇന്ന് അവളെ കാണുന്നില്ല. ആശ്വാസമായി. അദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്നത് അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ആശൈപ്പൂമലരേ അമ്പുളമാജിതരേ സന്തോഷ പൂങ്കാവിൽ ചേർന്ന് സുഖിക്കാലോ എനിക്കെല്ലാമെല്ലാം നീയാണല്ലോ എനിക്കെല്ലാമെല്ലാം നീയാണല്ലോ യാ ഹബീബി വലലൽ അബീദി യാ ഖുറത്തൽ ഐനൈനി യാ ഹബീബി വലലൽ അബീദി യാ ഖുറത്തൽ ഐനൈനി. ജാരിയുടെ സംസാരം കേട്ട് പലലിന്റെ മനസ്സിൽ കോപത്തിന്റെ തീജ്വാല ആളിക്കത്തി. അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, ഈ വരവ് നിനക്ക് ആപത്തിനാണ്. എന്നെ ആഗ്രഹിച്ചു നടക്കുന്നത് നിന്റെ പകൽ സ്വപ്നമാണ്. അത് ഫലിക്കാൻ പോകുന്നതല്ല. പലലിന്റെ ദൃഢസ്വരത്തിലുള്ള വാക്ക് ജാരിയുടെ മനസ്സിൽ അമ്പെറിഞ്ഞതുപോലെ തുളഞ്ഞു കയറി. വികാരം നുരഞ്ഞു പൊന്തിയിരുന്ന അവളുടെ മനസ്സിപ്പോൾ പ്രതികാരദാഹം കൊണ്ട് പിടയുകയാണ്. ജാരിയ പെണ്ണിന്റെ പൊൻപാദനം ചെമ്മാനം പോലെ തുടുത്തിടുന്നേ പ്രേമാനുരാഗം ഒഴിഞ്ഞു പെണ്ണിൽ പ്രതികാരദാഹം ഉയർന്നിടുന്നേ കടമിഴിക്കോണിൽ ജ്വലിച്ചു നിൽക്കും ക്രോധത്താലാളുന്ന തീനാമ്പുകൾ കടമിഴിക്കോണിൽ ജ്വലിച്ചു നിൽക്കും ക്രോധത്താലാളുന്ന തീനാമ്പുകൾ വിറകൊള്ളും ആ പെണ്ണിൻ അതരങ്ങളിൽ പറയുവാൻ എന്തെന്തോ തങ്ങി നിന്നേ വിറകൊള്ളും ആ പെണ്ണിൻ അതരങ്ങളിൽ പറയുവാൻ എന്തെന്തോ തങ്ങി നിന്നേ. അവൾ പറഞ്ഞു, പലലെ, ഇത് 2ാം തവണയാണ് എന്നെ നീ നിരാശപ്പെടുത്തുന്നത്. നിന്നെ ഒരു നടക്ക് ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടവൾ ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തിൽ നടന്നുപോയി. പലൽ ആബിദ് അന്നും പള്ളിയിൽ പോയി കുറെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പടച്ചവനെ, ചാരയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ആരും അറിയാതെ നാടുവിട്ടെങ്കിലോ? ഈ സമയത്താണ് ആ സന്തോഷ വാർത്ത കേട്ടത്. അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങൾ ഇന്നൊരുങ്ങിടുന്നേ ഹജ്ജ് ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങൾ ഇന്നൊരുങ്ങിടുന്നേ ഹജ്ജ് ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. ഇക്കൊല്ലത്തെ ഹജ്ജിന് എല്ലാവരും ഒരുങ്ങുന്ന വിവരം സന്തോഷത്തോടെയാണ് പലൽ ശ്രവിച്ചത്. അദ്ദേഹം ആ സംഘത്തിൽ പോകുവാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ജാരിയുടെ ശരളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. യാത്രയുടെ ദിവസം അടുത്തു വന്നു. പലൽ ഹജ്ജിന് പോകുന്നത് ജാര എങ്ങനെയോ മണത്തറിഞ്ഞു. അവൾ കോപം കൊണ്ട് തുള്ളിച്ചാടി. എന്നെ നിരാശപ്പെടുത്തി വിട്ട പലൽ ഹജ്ജിന് പോവുകയോ? അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അവൾ പലലിനെ ചതിക്കുവാനുള്ള കുതന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ പാവം പലൽ ആബിദ് ഇതൊന്നും അറിയുകയില്ല. ഊണം ഉറക്കില്ല മനസ്സിൽ കുതന്ത്രങ്ങൾ നെയ്യുന്ന പെണ്ണിന് ഹജ്ജിനൊരുങ്ങിടുമ്പോൾ ചതിക്കണം എന്ന് പറ
ജാരിയത്തന്റെ ഭൃത്യൻ അസ്വദിനെയും അടിമ സ്ത്രീ ഷഹീദയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇവിടെ നിന്നൊരു ഹജ്ജ് സംഘം പുറപ്പെടുന്ന അറിഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ നമുക്കും പോകണം. എന്തിനാണ് ഭഗവതി നമ്മൾ പോകുന്നത്? ഭൃത്യൻ ചോദിച്ചു. എല്ലാം പറയാം. പ്രഭാതം പൊട്ടിവിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. യാത്ര പുറപ്പെടുന്നേ, ജാരിയ പെണ്ണും ചെന്നേ, അവളാരെന്നാർക്കും അറിയൂല, സംശയമാർക്കും വരൂല. യാത്ര പുറപ്പെടുന്നേ, ജാരിയ പെണ്ണും ചെന്നേ, അവളാരെന്നാർക്കും അറിയൂല, സംശയമാർക്കും വരൂല. അവൾക്കിന്ന് എന്തോ മുറാദാ, ആ പോക്കിലെന്തോ പസാദാ. ആ യാത്രസംഘം ഇപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. ഫലൽ ആബിദിന് നിറഞ്ഞ ആഹ്ലാദം. തന്നെ ചതിക്കാൻ നടക്കുന്ന ജാരിയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം. പക്ഷേ ആ രാക്ഷസി ഒരു പ്രേതത്തെ പോലെ തന്നെ പിന്തുടരുന്നത് ഫലൽ ആബിദ് അറിഞ്ഞിട്ടില്ല. സമയം സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. വിശാലമായ മരുഭൂമിയിൽ എല്ലാവരും കൂടാരം കെട്ടി. സമയം ഇഴഞ്ഞു നീങ്ങി. നല്ല തണുപ്പുള്ള രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ ഫലൽ ആബിദ് മാത്രം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്. സമയം പാതിരാത്രി. രാത്രിയുടെ നിശബ്ദതയിൽ എവിടെ നിന്നോ ഒരു കുറുക്കൻ ഓരിയിട്ടു. ഈ സമയം ഫലലിന്റെ കൂടാരത്തിന് പുറത്തുനിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം. അസ്സലാമു അലൈക്കും. ആരാണ് ഈ അസമയത്ത് സലാം പറയുന്നത്? ഫലൽ പുറത്തു വന്ന് നോക്കി. ഇത് ഞാനാണ് ജാരിയ. സുബ്ഹാനല്ലാഹ്. ജാരിയ, നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ഈ തണുപ്പുള്ള രാത്രി കൂടുതലൊന്നും സംസാരിക്കണ്ട. ആരും കാണുന്നില്ല. എല്ലാവരും ഉറക്കത്തിലാണ്. ഇതാ, ഒന്ന് സമ്മതിച്ചാൽ നേരം പുലരും മുമ്പ് ഞാൻ സ്ഥലം വിടാം. എന്താണ് ജാരിയ നീ പറയുന്നത്? ആരും കാണുന്നില്ല എന്നോ? എന്റെ റബ്ബിന്റെ കണ്ണ് കെട്ടാൻ നിനക്ക് സാധിക്കുമോ? മര്യാദക്ക് പോകലാണ് നിനക്ക് നല്ലത്. ഫലലിന്റെ കനത്ത ശബ്ദം കേട്ട് ഒരു ഷോക്കേറ്റത് പോലെ അല്പനേരം തരിച്ചു നിന്ന് പോയി. നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. മുത്തുപലിലുൽ ആബിദിനുറച്ച തീരുമാനം കേട്ടു അന്താളിച്ചു നിൽക്കയാണ് നീലമേഘം. രാക്കിളികൾ ജാരിയാനെ കൊഞ്ഞനം കാണിച്ചു. ഫലലുൽ ആബിദിനെയോർത്ത് കണ്ണുനീർ പൊഴിച്ചു. മുത്ത് ഫലലുൽ ആബിദിനുറച്ച തീരുമാനം കേട്ടു അന്താളിച്ചു നിൽക്കയാണ് നീലമേഘം. പ്രഭാതം വിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. 2ാം ദിവസത്തെ യാത്ര. പക്ഷേ ഇന്ന് ഫലൽ ആബിദിന് ഇന്നലത്തെ പോലെ സന്തോഷം കാണുന്നില്ല. ഇത് കണ്ട പലർക്കും സംശയം. എന്ത് പറ്റി നമ്മുടെ ഫലലിന്? അസുഖം വല്ലതുമുണ്ടോ? ഒന്നുമില്ല സുഹൃത്തുക്കളെ, യാത്രയല്ലേ, ക്ഷീണം കൊണ്ടായിരിക്കാം. ജാരിയ ഈ സംഘത്തിലുള്ളത് ഫലലിനെ മാത്രമേ അറിയുകയുള്ളൂ. അന്നത്തെ പകലും എരിഞ്ഞമർന്നു. ഭൂമിയിൽ ഇരുട്ട് പകർന്നപ്പോൾ ഫലലിന് അസ്വസ്ഥത കൂടി. റബ്ബേ, ഇന്ന് രാത്രി ജാരിയക്ക് എന്തൊക്കെയാണാവോ ഉദ്ദേശം? ഒന്നും അറിയില്ല. മണിക്കൂറുകൾ മുന്നോട്ട് നീങ്ങി. പാതിരാവോളം അദ്ദേഹം കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിന്റെ ദുഃഖവും യാത്രാ ക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹം മയങ്ങിപ്പോയി. ഈ സമയം ജാരിയത്തിന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചുണർത്തി. ഒരു പണക്കിഴി കയ്യിൽ കൊടുത്തു. ഇത് നിനക്കുള്ളതല്ല, അതാ ആ കാണുന്ന ഫലലിന്റെ കൂടാരം. അവിടെ നീ ചെല്ലണം. അയാൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അയാളുടെ ഭാണ്ഡത്തിൽ വെച്ച് കെട്ടണം. ഒരു മണൽത്തരി പോലും അറിയാതെ തിരിച്ചു പോരണം.
വിദഗ്ധമായി ഇത് ചെയ്താൽ ഞാൻ നിനക്ക് എന്ത് തരുമെന്നറിയുമോ? ഇല്ല, അറിയില്ല. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത പോകുന്നു അതിവേഗത്തിൽ. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത പോകുന്നു അതിവേഗത്തിൽ. പലരെല്ലാം വിതുറങ്ങണ കണ്ട് കേറുന്നു കൂടാരത്തിൽ. പലരിൽ ആബിതുറങ്ങണ കണ്ട് കേറുന്നു കൂടാരത്തിൽ. പെണ്ണ് കൊടുത്ത പണക്കിടി കെട്ടി വെക്കുന്നവരുടെ പാഠത്തിൽ. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത പോകുന്നു അതിവേഗത്തിൽ. അസ്വദി എന്ന അടിമ ജാരിയ പറഞ്ഞതുപോലെ എല്ലാം വിദഗ്ധമായി ചെയ്തു. പ്രഭാതം പൊട്ടിവിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. 3-ാം ദിവസത്തെ യാത്ര. സമയം നട്ടുച്ച. പിന്നിൽ നിന്നൊരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്തു പറ്റി? എന്റെ പണക്കിഴി കാണുന്നില്ല. ഈ കൂട്ടത്തിൽ ഒരു മോഷ്ടാവുണ്ട്. ഹജ്ജ് സംഘത്തിന്റെ അമീർ എല്ലാവരുടെ ഭാണ്ഡങ്ങളും പരിശോധിച്ചു. ആരുടെ ഭാണ്ഡത്തിലും അവളുടെ പണക്കിഴില്ല. എന്താ നിങ്ങൾ അയാളുടെ ഭാണ്ഡം പരിശോധിക്കാത്തത്? പലലിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, പെണ്ണേ, അതാരാണെന്ന് നിനക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്നേഹിച്ച മഹാനായ പലൽ ആബിദാണത്. നിന്റെ പണക്കിഴി എടുക്കാൻ മാത്രം തരം താഴ്ന്ന വ്യക്തിയല്ല അദ്ദേഹം. എന്നാലും ഒന്ന് പരിശോധിച്ചുകൂടെ? ഇല്ല, ഞങ്ങൾ പരിശോധിക്കയില്ല, അത് അദബുകേടാണ്. അല്ല, നിങ്ങൾ എന്റെ ഭാണ്ഡം പരിശോധിക്കണം, എന്നിട്ട് ആ സ്ത്രീയുടെ സംശയം തീർക്കണം. അതാണ് നീതി. പലൽ ആബിദിന്റെ വാക്ക് മാനിച്ച് ഭാണ്ഡം അടിച്ചു നോക്കിയപ്പോൾ സൽമാൻ ഫാരിസി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. കണ്ടു പണക്കിഴി പലലുൽ ആബിദിന്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ അതിലുണ്ട്. കണ്ടു പണക്കിഴി പലലുൽ ആബിദിന്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ അതിലുണ്ട്. എന്ത് പുതുമായി എന്തോ രാജബാണ്. എല്ലാവരും തമ്മിൽ നോക്കി നിൽപ്പാണ്. സൽമാനുൽ ഫാരിസി പലലിനെ നോക്കുന്നു. ചെറുപുറ്റ പലലിൽ ആബിദെ തളരുന്നു. പലൽ മോഷ്ടാവോ? ആയിരിക്കാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് അവളുടെ പണക്കിഴി അയാളുടെ പാണ്ഡത്തിൽ വന്നത്? പലരും പലതും പറയാൻ തുടങ്ങി. ഇയാൾ ഇത്ര മോശക്കാരനാണോ? ആയിരിക്കാം. ഭക്തന്റെ വേഷമണിഞ്ഞ് നടക്കുന്ന പാപിയാണ് അയാൾ. പിടിച്ചു കെട്ടു. ആ സ്ത്രീയുടെ ശബ്ദം ഉയർന്നു. പലലിനെ പിടിച്ചു കെട്ടാൻ സൽമാൻ ഫാരിസി ഉത്തരവിട്ടു. ഉടനെ ആ മനോഹരമായ കൈകൾ പിന്നിലേക്ക് ബന്ധിക്കപ്പെട്ടു. ഹജ്ജ് സംഘം മുന്നോട്ട് നീങ്ങി. മനസ്സിന്റെ ദുഃഖവും അപമാനവും താങ്ങാനാവാതെ ഒരു കുറ്റവാളിയെ പോലെ അവരുടെ നട്പിലതാ നടക്കുന്നു. അരുമാ പലലും നടുക്ക് നടകൊണ്ട് ആകാശം ഭൂമി കരഞ്ഞു ഇതു കണ്ട്. അരുമാ പലലും നടുക്ക് നടകൊണ്ട് ആകാശം ഭൂമി കരഞ്ഞു ഇതു കണ്ട്. തെറ്റൊന്നും ചെയ്യാത്ത മാണിക്കല്ലല്ലേ കെട്ടിക്കാരങ്ങൾ നെരുങ്ങി നടപ്പല്ലേ. പലലിന്റെ കണ്ണീരോ ലിച്ചുമഴ പോലെ ജാരിയ പെണ്ണ് ചിരിക്കുന്നു. മണിക്കൂറുകൾ മുന്നോട്ട് നീങ്ങി. സൂര്യൻ അസ്തമിച്ചു. ജാരിയുടെ കുതന്ത്രങ്ങളെല്ലാം പുറത്തെടുക്കുന്ന രാത്രിയാണെന്ന്. പകൽ ആബിദ് അക്ഷരാർത്ഥത്തിൽ ക്ഷീണിച്ച രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങി. പകൽ ആബിദും ഉറങ്ങിപ്പോയി. ഈ സമയം ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ, ഇന്നും കൂടി നീ എന്നൊന്ന് സഹായിക്കണം. ഇതാ, ഈ പൊടി കൊണ്ടുപോയി പലന്റെ മുഖത്ത് വിതരണം. ബോധം പോയാൽ അയാളെ താങ്ങിയെടുത്ത് എന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കിടത്തണം. അസ്വദ് പറഞ്ഞ പോലെ ചെയ്തു. ഇനി ഒരു പണിയും കൂടി നീ ചെയ്യണം.
ഈ കിടക്കുന്ന അടിമ സ്ത്രീ ഷഹീദ, അവളെ കൊല്ലണം. അയ്യോ, എനിക്ക് വയ്യ ഭവതി. ഒരു പാവം പെൺകുട്ടിയല്ലേ, നിഷ്കളങ്കയും സ്നേഹസമ്പന്നയും സൗന്ദര്യവതിയുമായ ഒരു അടിമ സ്ത്രീയെ, ഷഹീദയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് വല്ല അസുഖവും വന്നാൽ അവൾ കരയുന്നത് കണ്ടില്ലേ? ശരിയാണ്, എന്നാലും ഫളലിനോടുള്ള പക തീർക്കണമെങ്കിൽ അവളെ കൊന്നേ പറ്റൂ. അയ്യോ, എനിക്ക് വയ്യ ഭവതി. അവളുടെ കഴുത്തിൽ ഞാൻ ആയുധം വെക്കുകയില്ല. നിനക്ക് വയ്യെങ്കിൽ ഞാൻ ചെയ്യാമടോ. ജാരിയ നേരത്തെ കരുതി വെച്ചിരുന്ന മൂർച്ചയുള്ള കഠാരി ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിയിറക്കി. രക്തം ചീറ്റിയപ്പോൾ ഒപ്പം നിന്നിരുന്ന ആസ്വദ തേങ്ങി കരഞ്ഞു. സുഹൃത്തുക്കളെ, ബോധരഹിതനായ ഫളലിനെ ഇപ്പോൾ ജാരിയുടെ ഭൃത്യൻ അവളുടെ ടെന്റിൽ വന്നുകൊണ്ട് കിടത്തിയിരിക്കുന്നു. ഫളലിന്റെ ബോധം അല്പാൽപമായി തെളിയുന്നുണ്ട്. ഇത് കണ്ട ജാരിയ ആദ്യത്തെ സർവശക്തിയും ഉപയോഗിച്ച് തന്റെ മാറോട് ചേർത്ത് അലമുറയിട്ടു. യാത്ര സംഘം നിലവിളി കേട്ട് ഉണർന്നു. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്കൂടി എന്താണ് സംഭവിച്ചത് ഒന്നും അറിയുന്നില്ലല്ലോ. ജനങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അതിലൊരു പെണ്ണിന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. കുറച്ചപ്പുറത്ത് ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇയാൾ എന്നെ മാനഭംഗപ്പെടുത്താൻ വന്നു. ഞാനും എന്റെ അടിമ സ്ത്രീയും എതിർത്തപ്പോൾ അടിമയെ ഇയാൾ കുത്തി വീഴ്ത്തി. പിടിച്ചു കെട്ടടോ ഈ ധിക്കാരിയെ. ഇന്ന് രാവിലെയല്ലേ ഇയാൾ ഒരു പെണ്ണിന്റെ പണം മോഷ്ടിച്ചത്. ഇപ്പോഴിതാ ഒരു പെണ്ണിനെ കൊന്നിട്ടിരിക്കുന്നു. പോരാത്തതിന് ബലാത്സംഗവും. ഇവനെ ഇപ്പോൾ തന്നെ കൊല്ലണം. ജനങ്ങൾ ആ രാത്രി ബഹളം വെക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ആരോ ഫളൽ ആബിദിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി നിലത്തിട്ടിരിക്കുന്നു. ഈ ബഹളത്തിനിടയിലാണ് ഫളലിന്റെ ബോധം ശരിക്കും തെളിഞ്ഞു വന്നത്. വല്ലാത്ത ദാഹമുണ്ട്, ആരോട് വെള്ളം ചോദിക്കും? എല്ലാവരും എന്റെ നേരെ പണം വിടത്തി നിൽക്കുകയാണല്ലോ. എന്താണ് ഇവിടെ നടന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. റബ്ബേ, എല്ലാവരും എന്റെ നേരെയാണല്ലോ കയർക്കുന്നത്. ആദ്യം ആ കിടപ്പിൽ കിടന്ന് മുഖം നിലത്തമർത്തി പൊട്ടിക്കരഞ്ഞു. കൽബിലെ കഥനങ്ങളറിയും വന്നവാ, കാതിരെ കരയുന്നിതാ കര കാണുവാ. കണ്ണുനീരില്ല എനിക്കിനി കരയുവാൻ,
നേരം പുലരുന്നതിന്റെ മുമ്പ് തന്നെ അടിമ സ്ത്രീയെ ജനം മറവ് ചെയ്തു. അപ്പോഴേക്കും നേരം പുലർന്നു. ഹജ്ജ് സംഘം യാത്രയായി. കിലോമീറ്ററുകൾ പിന്നിട്ടു. അതാ കാണുന്നു കഅബ ശരീഫ്. കഅബ ശരീഫിന്റെ നിറം കണ്ടപ്പോൾ ഫളൽ ആബിദിന് സങ്കടം തടഞ്ഞു നിർത്താനായില്ല. ആദ്യം പൊട്ടിക്കരഞ്ഞു. കഅബ ശരീഫിൻ രൂപം കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞു ഫളലുൽ ആബിദ്. പൊട്ടിക്കരഞ്ഞു ഫളലുൽ ആബിദ്. കരളെ ഞാൻ നിന്നെ കാണാൻ വന്ന സ്ഥിതി കണ്ടോ, കൈകാലിനെനിക്കില്ലൊരാവത്. കൈകാലിനെനിക്കില്ലൊരാവത്. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ കെട്ടുകൾ ആടി ധരിച്ചു തരും. കൽബിന് റാഹത്താകണമെങ്കിൽ കാലിന് സ്വസ്ഥത വേണ്ടിവരും. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ കെട്ടുകൾ ആടി ധരിച്ചു തരും. കൽബിന് റാഹത്താകണമെങ്കിൽ കാലിന് സ്വസ്ഥത വേണ്ടിവരും. മോഹിച്ചിട്ടൊന്നും എനിക്കിന്ന് ഫലമില്ല. ഞാനിന്നെ ഒരു പ്രതിയായല്ലോ. ഞാനിന്നെ ഒരു പ്രതിയായല്ലോ. മോഹന സ്വപ്നങ്ങളെ കൽബിൽ മാറമാടി കണ്ണീരിൽ മടങ്ങിപ്പോകാമല്ലോ. കണ്ണീരിൽ മടങ്ങിപ്പോകാമല്ലോ. ഹജ്ജെല്ലാം കഴിഞ്ഞു. ഹജ്ജ് സംഘം മടക്കയാത്ര തിരിച്ചു. മദീനക്കാർ ഹജ്ജ് സംഘത്തിനെ വരവേറ്റു. പക്ഷേ ഫളൽ ആബിദിനെ മുന്നിൽ കാണുന്നില്ലല്ലോ. എവിടെ നമ്മുടെ മഹാനായ ഫളൽ ആബിദ് തങ്ങൾ? അങ്ങനെ ഒരു മഹാനൊന്നും ഈ കൂട്ടത്തിലില്ല. കള്ളനും വ്യഭിചാരിയും കൊലപ്പുള്ളിയുമായ ഫളൽ ആബിദ് ഈ സംഘത്തിന്റെ പിന്നിലുണ്ട്. എന്താണ് മനുഷ്യരെ നിങ്ങൾ പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട ഫളലിന് എന്തു പറ്റി? എന്തിനാണ് അദ്ദേഹത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? എല്ലാം അറിയാം. ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പാകെ ഹാജരാക്കുമ്പോൾ അവരുതാ ഫളലിനെ ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പാകെ ഹാജരാക്കുന്നു. ഇത് കണ്ട ഭരണാധികാരി തരിച്ചിരുന്നു പോയി. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഫളൽ ആബിദിന്റെ കേസിന് വിധി പറയുന്ന ദിവസം ഇന്നാണ്. കോടതിക്ക് ചുറ്റും പുരുഷാരം തടിച്ചുകൂടി. ശരീഅത്ത് കോടതിയാണ്. കട്ടവന്റെ കൈമുറിക്കും, കൊലയാളിയെ തൂക്കി കൊല്ലലാണ്. ശിക്ഷ നടപ്പാക്കുന്നവർ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുന്നു. ഫളലിന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം കുറ്റക്കാരൻ തന്നെ. ഹജ്ജ് സംഘം സാക്ഷികളാണ്. ഇനി വിധി പറയേണ്ട താമസം മാത്രം. അതെ, ജഡ്ജി ഉമർ ബിൻ ഖത്താബ് ആ വിധി പ്രഖ്യാപിച്ചു. ഫളൽ ആബിദി കോടതിക്ക് മുമ്പാകെ കുറ്റക്കാരനാണ്.